വിഘടനവാദി ഹർദീപ് സിംഗ് നിജാറിനെ വധിക്കാനുള്ള ഗൂഢാലോചനയെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നുവെന്ന റിപ്പോർട്ട് തള്ളി കാനഡ സർക്കാർ. ഖാലിസ്ഥാൻ ഭീകരർ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയത് ഉൾപ്പെടെ കാനഡയിലെ ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരോ ബന്ധിപ്പിക്കുന്നതിന് തെളിവുകളില്ലെന്ന് കനേഡിയൻ സർക്കാർ വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് നിജാറിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തിയതെന്നാരോപിച്ച് ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് കനേഡിയൻ പത്രം ദി ഗ്ലോബ് ആൻഡ് മെയിലിൽ വന്ന റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു വിശദീകരണം. പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരെ അറിയിച്ചതായും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കാനഡയ്ക്കുള്ളിലെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ പ്രവർത്തനവുമായി പ്രധാനമന്ത്രി മോദിയോ മന്ത്രി ജയശങ്കറിനെയോ സുരക്ഷാ ഉപദേഷ്ടാവ് ഡൊവാലിനെയോ ബന്ധിപ്പിക്കുന്നതായിട്ട് കാനഡ സർക്കാർ പ്രസ്താവിച്ചിട്ടില്ല. തെളിവുകൾ സംബന്ധിച്ച് അറിവില്ല, മാധ്യമ റിപ്പോർട്ട് വെറും ഊഹാപോഹം മാത്രമാണെന്നും കാനഡ സർക്കാർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ദി ഗ്ലോബ് ആൻഡ് മെയിലിൽ പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ട് അപവാദ പ്രചരണം എന്ന് ഇന്ത്യ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കാനഡ സർക്കാരിന്റെ വിശദീകരണം. പേര് വെളിപ്പെടുത്താത്ത ഒരു കനേഡിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രസിദ്ധീകരിക്കുന്ന അവകാശവാദങ്ങളെ പരസ്യമായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് ലേബൽ ചെയ്യുകയും നിരസ്കരിക്കേണ്ടതാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ സാധാരണയായി മാധ്യമ റിപ്പോർട്ടുകളെ കുറിച്ച് അഭിപ്രായം പറയാറില്ല. എന്നിരുന്നാലും ഒരു കാനഡിയൻ സർക്കാർ സ്രോതസ് ഒരു പത്രത്തോട് നടത്തിയ അത്തരം പരിഹസ്യമായിട്ടുള്ള പ്രസ്താവനകൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്നും രൺധീർ പറഞ്ഞു. ഇത്തരം അപവാദ പ്രചാരണങ്ങൾ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളാക്കുകയുള്ളൂ. സറയിലെ ഗുരുനാനാക്ക് സിഖ് ഗുരുദ്വാരയുടെ പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്ന ഹർദീപ് സിംഗ് നിജാർ 2023 ജൂൺ 18 കൊല്ലപ്പെട്ടത്. അജ്ഞാതരായ 2 പേരാണ് നിജാറിനെതിരെ വെടിയുതിർത്തിയത്. കനേഡിയൻ അധികൃതർ കൊലപാതകത്തിന് 4 ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്യുകയും കുറ്റം ചുമത്തുകയും ചെയ്തിരുന്നു. എന്നാൽ നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ട് എന്ന ആരോപണത്തെ പിന്തുണയ്ക്കുന്ന ഒരു തെളിവ് നൽകാൻ കാനഡ സർക്കാർ ഇതുവരെ സാധിച്ചിട്ടില്ല. കൊലപാതകത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സഞ്ജയ് വർമ്മയ്ക്കും മറ്റ് നയതന്ത്രജ്ഞർക്കും പങ്കുണ്ട് എന്ന് കാനഡ ആരോപിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസം ഇന്ത്യ കാനഡ ബന്ധം വഷളായിരുന്നു. 2018 അമരീന്ദർ സിംഗ് പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കാനഡയ്ക്ക് കൈമാറിയ പിടികിട്ടാപ്പുള്ളികളുടെ ലിസ്റ്റിൽ ഹർദീപ് സിംഗ് നിജാറിന്റെ പേരും ഉണ്ടായിരുന്നു. പഞ്ചാബ് പോലീസ് അന്വേഷിക്കുന്ന വിവിധ കേസുകളിലും നിജാർ പ്രതിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ജലന്ധറിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയവരാണ് നജാറിന്റെ കുടുംബം. രാജ്യദ്രോഹ കേസുകളുടെ അടിസ്ഥാനത്തിൽ നജാറിന്റെ പേരിലുള്ള ജലന്ധർ നഗറിലെ ഭൂമിയും സ്വത്തുവകകളും പോലീസ് കണ്ടുകെട്ടിയിരുന്നു. ഖാലിസ്ഥാനി നേതാവ് ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന വാർത്തകൾ US മാധ്യമങ്ങൾക്ക് തങ്ങൾ നൽകിയതായിട്ട് കാനഡ നാഷണൽ സെക്യൂരിറ്റി ഇന്റലിജൻസ് അഡ്വൈസർ നഥാലി വിദേശ ഉപമന്ത്രിയും ഡേവിഡ് മൊറീസണും കനേഡിയൻ പാർലമെന്റിൽ അടുത്തിടെ തുറന്ന് സംസാരിച്ചിരുന്നു. അമേരിക്കൻ മാധ്യമത്തിൽ ഇന്ത്യ കാനഡ സ്വതന്ത്ര ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് കാനഡയുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ ലക്ഷ്യം വെച്ചായിരുന്നു നീക്കമെന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിരുന്നത്. അതേസമയം നിജാറിന്റെ കൊലയ്ക്ക് തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് ഇന്ത്യ നിരന്തരം നിരസിക്കുകയും മറിച്ചുള്ള പ്രചാരണങ്ങൾ തീർത്തും അസംബന്ധമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള കാനഡയുടെ പ്രതികരണങ്ങൾക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇന്ത്യ വിമർശിച്ചിരുന്നു.